വീണ്ടും ഒരാത്മീയ വസന്തകാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ. കൊത്തന ഞായറാഴ്ചയുടെ ഈ ദിവസം പരിശുദ്ധ എവങ്കേലിയോനായി നാം വായിച്ചു കേട്ടത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വളരെ സുപരിചിതമായ വേദഭാഗമാണ്. കാനാവിലെ കല്യാണ വിരുന്നാണ് ഇന്നത്തെ വേദഭാഗമായി പരിശുദ്ധ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളം അടയാളങ്ങളായിട്ടാണ് ഓരോ സന്ദർഭങ്ങളെയും വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മറ്റുള്ള സുവിശേഷകന്മാർ അത്ഭുതങ്ങളായിട്ടാണ്. സെയിൻറ്റ് ജോൺ റെക്കോർഡ്സ് ഓൾ ഈവൻസ് ആസ് Saint John records all events as miracles, not as events. ഉൾക്കാഴ്ചകളുടെയും ഉൾപ്പൊരുളുകളുടെയും കലവറയാണ് കാനാവിലെ കല്യാണം എന്നുള്ളത്. കാന എന്ന വാക്കിൻ്റെ അർത്ഥം ആശ്രയങ്ങളുടെ ഇടമെന്നാണ്, പ്ലേസ് ഓഫ് റീഡ്സ്. തുടക്കത്തിൽ വിളമ്പിയ വീഞ്ഞ് അത് ക്രിസ്തുവിന് മുമ്പുള്ള സമയമായും പുതിയ വീഞ്ഞ് അത് ക്രിസ്തുവിൻ്റെ സമയത്തെയുമാണ് സൂചിപ്പിക്കുന്നതെന്ന് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വേദഭാഗത്തെ മുൻനിർത്തി ഒരാശയം മാത്രം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ശ്രദ്ധിക്കുമ്പോൾ, വീഞ്ഞ് തികയാതെ വന്നപ്പോൾ യേശുവിൻ്റെ മാതാവ് അവനോട് ഇവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. വീഞ്ഞ് തികയാതെ വന്നപ്പോൾ മാതാവ് അവിടെ വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഹെസ്റ്റനോസ് എന്ന ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവർക്ക് വീഞ്ഞില്ല എന്നതിന് 2 സംഭവങ്ങളായിരിക്കാം, 2 കാര്യങ്ങൾ കൊണ്ടായിരിക്കാം അപ്രകാരം അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് വിളമ്പാൻ വേണ്ടത്ര വീഞ്ഞില്ല എന്നതുകൊണ്ട്, രണ്ടാമതായിട്ട് വീഞ്ഞ് ഗുണനിലവാരമില്ലാത്തതായതുകൊണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് മാതാവ് യേശു തമ്പുരാനെ അറിയിക്കുന്നത്. വീഞ്ഞെന്നുള്ളത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പ്രതീകമായിട്ടാണ് പഴയ നിയമ പശ്ചാത്തലത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വൈൻ റെപ്രസെൻറ്റ്സ് ദ ജോയ് ആൻഡ് ഹാപ്പിനെസ്. അപ്പോൾ ഈ വേദഭാഗത്തെ നാം ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കുമ്പോൾ വീഞ്ഞെന്നുള്ളത് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അടയാളമാണെങ്കിൽ ആ ഭവനത്തിലെ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തതുവഴി നമ്മിൽ നിന്ന് അകന്നുപോയ നമ്മുടെ നഷ്ടപ്പെട്ട സന്തോഷത്തെ ക്രിസ്തുവിലൂടെ ക്രിസ്തു ആ ഭവനത്തിൽ പ്രവേശിച്ച് അവിടുത്തെ വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി തീർത്തതുപോലെ നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന് അവസരം നൽകിക്കൊണ്ട് വീണ്ടും പുതുക്കത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും തലത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉയർന്നു വരുവാൻ കഴിയണമെന്നാണ് ഈ വേദഭാഗം നമുക്ക് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്നുള്ളത്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. കനാവിലെ കല്യാണത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതമാണല്ലോ. അതുപോലെ തന്നെ വളരെയധികം ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയതെന്ന് മറന്നുപോയാൽ പിന്നെ നമ്മളായിരിക്കില്ല എന്ന മുഖവാചകത്തോടുകൂടി ഈയിടയ്ക്ക് മാതൃഭൂമി പ്രസാധകർ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്നുള്ളത്. കാനാവിലെ കല്യാണ വിരുന്നിനോട് സമമായിട്ടുള്ള രീതിയിൽ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന നാമത്തിൽ ബാബു എബ്രഹാം എഴുതിയ പുസ്തകം വളരെയധികം ശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി. മറിയാം കാനാവിലെ കല്യാണത്തിൽ കൽഭരണികളിൽ വെള്ളം ചൊരിഞ്ഞതുപോലെയാണ് തൻ്റെ അമ്മ
കമ്പിളിക്കണ്ടത്ത്, അതായത് ഇടുക്കിയിൽ ഒരു പ്രദേശത്ത് വളരെയധികം പ്രതിസന്ധികൾക്കും പ്രതികൂലതകൾക്കും മധ്യത്തിൽ ബാബു എബ്രഹാമിനെയും സഹോദരങ്ങളെയും വളർത്തിക്കൊണ്ടുവന്ന ഒരു ഘട്ടത്തിൽ അനാഥാലയത്തിൽ ചെന്നെത്തി നിൽക്കുന്ന ബാല്യവും പിന്നീട് വളരെ കഷ്ടപ്പെട്ട വിദ്യാഭ്യാസം ഒക്കെ പൂർത്തീകരിച്ച് അനേകം ആളുകളുടെ ഈ കൽഭരണികൾ നിറച്ച വീഞ്ഞ് പോലെ മറ്റനേകം ആളുകളുടെ സഹായങ്ങളാലും കൈത്താലങ്ങളാലും ആ യുവാവ് വളർന്ന് ഇന്ന് ഫ്രാൻസിൽ ഉപരിപഠനത്തിനു ശേഷം പ്രൊഫസറായി അദ്ദേഹം ജോലി ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ അനുഭവത്തിൻ്റെ ഒരു വിവരണം കൂടിയാണ് പുസ്തകം. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു വന്നുകൊണ്ട് കനാവിലെ കൽഭരണികളിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം തമ്പുരാൻ്റെ അദൃശ്യമായ കയ്യൊപ്പ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വരുമെന്ന വിശ്വാസത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുകയാണ്. കനാവിലെ കൽഭരണികളിൽ കുർബാനയുടെ 6 വർഷങ്ങളായിട്ട് പിതാക്കന്മാർ അതിനെ വിവരിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് താങ്ക്സ് ഗീവിങ്, രണ്ടാമതായിട്ട് റിമംബറൻസ്, മൂന്നാമതായിട്ട് ഒബ്ലേഷൻ, നാലാമതായിട്ട് പ്രസൻസ് ഓഫ് ഗോഡ്, അഞ്ചാമതായിട്ട് ഇൻറ്റർസെക്ഷൻ, ആറാമതായിട്ട് കമ്മ്യൂണിയൻ. അങ്ങനെ വിശുദ്ധ കുർബാനയുടെ 6 തലങ്ങളായിട്ട് 6 കൽഭരണികളെ പിതാക്കന്മാർ വർണ്ണിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കാനാവിലെ കൽഭരണിയിൽ യേശുതമ്പുരാൻ്റെ കൈവപ്പ് സ്പർശിച്ചപ്പോൾ അത് മേന്മയുള്ള വീഞ്ഞായി മാറിയതുപോലെ, പഴയ ഉടമ്പടിയുടെ വെള്ളം അത് പുതിയ ഉടമ്പടിയുടെ വീഞ്ഞാക്കി തീർത്തതുപോലെ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.